ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗ് ബോസ് സീസൺ 6 എലിമിനേഷൻ എപ്പിസോഡിൻ്റെ സാറ്റർഡേ എപ്പിസോഡാണ്. എല്ലാവർക്കും അറിയാമല്ലോ, സാറ്റർഡേ കഴിഞ്ഞാൽ സൺഡേ ആണ് എലിമിനേഷൻ സാധാരണ വരാറ്. ഇപ്പോൾ സാറ്റർഡേ എപ്പിസോഡായിരുന്നു. എൻ്റെ അഭിപ്രായത്തിലുള്ള പൊളി എപ്പിസോഡായിരുന്നു, അടിപൊളി എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ ഇത്രയധികം എല്ലാവരും ഞെട്ടിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. അപ്പോൾ ലാലേട്ടൻ ഒന്നും പറയാതെ അങ്ങ് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പക്ഷേ എന്തുകൊണ്ട് അത് ചോദിച്ചില്ല എന്നുള്ള, എന്തുകൊണ്ട് അഖിൽമാരോട് അത് ചോദിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജാസ്മിൻ മൂസയോട് അത് ചോദിച്ചില്ല എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പരാതിയായിരുന്നു. ഇത്തവണ നമ്മൾ അധികമൊന്നും ചോദിക്കാനുണ്ടാവില്ല എന്ന പ്രേക്ഷകരെല്ലാവരും ഇരുന്നത്. പക്ഷേ ലാലേട്ടൻ വന്ന് ആദ്യമേ തന്നെ പൊളിച്ചടുക്കി എല്ലാവരും ശരിക്കും പറഞ്ഞ് തോറ്റി കിഴിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ആർക്കെങ്കിലും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതുപോലും എറിഞ്ഞിട്ടാണ് ലാലേട്ടൻ്റെ ഒരു അവതരണം ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സാറ്റർഡേ അത് ഇങ്ങനെ വന്ന് ലാലേട്ടനെ അവതരിപ്പിച്ചപ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു പ്രതീക്ഷ തോന്നി. അതുപോലെ തന്നെ എപ്പിസോഡ് കഴിയുമ്പോൾ പോലും നമുക്കൊരു നല്ലൊരു ഫീലാണ് തോന്നിയത്. ആദ്യം തന്നെ ലാലേട്ടൻ രതീഷിനെ ഇട്ടൊരു പൊരിച്ചെടുത്ത് രതീഷിൻ്റെ കുറേ അറിവില്ലായ്മ നിഷ്കുവായിട്ട് അഭിനയിക്കുക ഒരു ഇതുണ്ടല്ലോ രതീഷിന്, അത് ആദ്യം തന്നെ അടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിൻഡോയുടെ കുറേ അബദ്ധങ്ങൾ അത് സീരിയസ് ആയിട്ട് തന്നെയാണ് ലാലേട്ടൻ എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗബ്രിയുടെ കുറേ കാര്യങ്ങളൊക്കെ അടുക്കി ഒതുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് ലാലേട്ടനല്ല കേട്ടോ, അത് നമ്മുടെ റോക്കിയാണ്. അത് ഈ എപ്പിസോഡിൽ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ട് എല്ലാവരോടും പറയാണ്, പൊതുജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കുള്ള ഒരു ഇമേജ് എന്തായിരിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, പൊതുജനങ്ങൾ ബിഗ് ബോസ് സീസൺ 6 കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങളുടെ ഇമേജ് എന്തായിരിക്കും. അത് 3 ഓപ്ഷൻ കൊടുത്ത് ഹീറോ, സീറോ, അതുപോലെ സൂപ്പർ ഹീറോ, എങ്ങനെ 3 കൊടുത്തു. അപ്പോൾ രതീഷ് ആദ്യമേ വന്നിട്ട് സീറോ എന്ന് കൊടുത്തു. കാരണം രതീഷ് പറഞ്ഞത്, ഞാൻ എല്ലാവരുടെ മുമ്പിലും വെറുക്കപ്പെട്ടവനാണ്, എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലും എന്നെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഹീറോ, സൂപ്പർ ഹീറോ എന്നായിരിക്കും, ഒരു സീറോ ആയിരിക്കും എന്ന രീതിയിലാണ് രതീഷ് പറഞ്ഞിട്ട് പോയത്. പക്ഷെ അതിന് ബദലായിട്ട് ശ്രീരേഖയുടെ ഒരു അവസരം വന്നപ്പോൾ ശ്രീരേഖ പറഞ്ഞ ഒരു കാര്യം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരും തന്നെ സീറോ ആയിട്ടല്ല ബിഗ് ബോസിൽ വരുന്നത്, ഹീറോ ആയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് സെലക്ട് ആകുമ്പോൾ തന്നെ എല്ലാവരും ഹീറോ ആയി. കാരണം ഇത്രയും അധികം ആളുകളിൽ നിന്ന്, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, കോമണേഴ്സ് ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഇതിലോട്ട് സെലക്ഷൻ കിട്ടുമ്പോൾ തന്നെ അവർ ഹീറോ ആയി. പിന്നെ ഇത്രയും ലക്ഷോപലക്ഷം നല്ല കോടിക്കണക്കിന് ആൾക്കാരാണ് ബിഗ് ബോസ് കാണുന്നത്. അപ്പോൾ ഒരു ആഴ്ച തന്നെ നിൽക്കുമ്പോഴേക്കും എല്ലാവരും മനസ്സിൽ ഈ ഒരു മുഖം പതിയും. അതായത് ബിഗ് ബോസ് അത്രയും ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഓരോ കണ്ടസ്റ്റൻറ്റിനെയും കുറിച്ചിട്ടും നല്ലപോലെ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടും ഫേസ്ബുക്ക് നോക്കിയിട്ടൊക്കെ അവർ നല്ലപോലെ പഠിച്ചു വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവരെല്ലാവരും മനസ്സിലായിട്ടും ഇങ്ങനെ ചേക്കേറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും തന്നെ സീറോ അല്ലെ, ഹീറോ ആണ് സത്യത്തിൽ. അത് ശ്രീരേഖ പറഞ്ഞത് 100% ശരിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർ വന്നു. അതിൽ പുതിയതായിട്ട് വന്നത് കോമണേഴ്സും അതുപോലെ തന്നെ നോറയൊക്കെ പറഞ്ഞാൽ അവർ സൂപ്പർ ഹീറോസ് ആണെന്നാണ് പറഞ്ഞത്. അത് അവരുടേതായിട്ടുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് കോമൺലി തോന്നിയിട്ടുള്ളത് ഒരു ഹീറോ, എല്ലാവരും ഒരു ഹീറോ എന്ന രീതിയിൽ കൊടുക്കായിരുന്നു. പിന്നെ കളിച്ചാണല്ലോ സൂപ്പർ ഹീറോയിലോട്ട് ആര് പോകുന്നു, ആരാണ് സീറോയിലോട്ട് പോകണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹീറോ ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഇനി കളിച്ച് ഒരു ഇമേജ് അവർ മോശമാക്കി കൊണ്ടുവരുമ്പോൾ എല്ലാവരും മനസ്സിലായി അവർക്ക് ഹീറോ എന്നുള്ള പോയിട്ട് സീറോ ആവും. കാരണം അവരെ തന്നെ മോശമാക്കി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ ഹീറോയിൽ നിന്നും സൂപ്പർ ഹീറോ ആക്കാൻ പറ്റില്ല. ഹീറോയിൽ നിന്ന് അവരെ സീറോ ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ രതീഷ് ഇപ്പോഴേ ഒരു സീറോ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ജാൻമണിയുടെ കാര്യങ്ങൾ ഒരുപാട് ചോദിക്കേണ്ടത്. ജാൻമണി എന്ന് പറയുന്നത് സൂപ്പർ ഹീറോ ആണെന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത്. കാരണം ജാൻമണി എല്ലാവർക്കും ഭക്ഷണം കഴിച്ചു എന്ന് കണ്ടുപിടിച്ച് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷമൊക്കെയാണ് ജാൻമണി ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നൊക്കെയാണ് ഗബ്രി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജാൻമണി സെലക്ട് ചെയ്ത ഹീറോ അല്ല ശരിക്കും വേണ്ടത്, ജാൻമണി ഒരു സൂപ്പർ ഹീറോ ആണെന്നാണ് ഗബ്രി പറയുന്നത്. അത് പല ആൾക്കാരും അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഗബ്രി ഒരു ഹീറോ എന്ന ഇമേജ് കൊണ്ടുവച്ചപ്പോൾ അതിനെ എതിർത്ത് റോക്കി പറഞ്ഞിട്ടുണ്ട്. റോക്കി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി അതിന് അർഹനല്ല, ആ ഒരു ടൈറ്റിലിന് അർഹനല്ല, ഗബ്രി സീറോ ആണെന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ലേഡി കണ്ടസ്റ്റൻസിനെ ഒരുപാട് ഗബ്രി, പ്രത്യേകിച്ച് നോറയെ ഒരുപാട് വിമർശിക്കുകയും ഒരുപാട് വഴക്കെടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഹീറോ ആകുന്നതെന്നാണ് റോക്കി ചോദിച്ചത്. അത് സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏത് സമയം ജാസ്മിനുമായിട്ട് അവിടെ 2 വാഴ ഒക്കെ വെച്ചിട്ടുണ്ട്. ആ വാഴയുടെ അടിയിൽ ഒരു
ബെഞ്ചിട്ടുണ്ട്. അവിടെ പോയിരുന്ന് രണ്ടുപേര് 24 മണിക്കൂറും സംസാരമാണ്. അപ്പോൾ മറ്റുള്ള ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഈ ജാസ്മിനും ഗബ്രിയും ഏറ്റവും എല്ലാ സമയവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിന് വേണ്ടിയിട്ട് ഗബ്രിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവണില്ല എന്നുള്ള രീതിയിലാണ് റോക്കി പറഞ്ഞത്. അതെനിക്ക് സത്യമാണെന്ന് തോന്നി. ഗബ്രി കുറച്ചും കൂടെ ഈ ജാസ്മിൻ്റെ ഈ ഒരു കയ്യിൽ നിന്നൊക്കെ വിട്ട് സ്വന്തമായിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കി കളിക്കണം. അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഋഷി, രണ്ട് അൻസിബ ഹസൻ, അവരൊക്കെ അവരുടേതായിട്ടുള്ള എന്താ പറയുക വ്യക്തിത്വം സ്വന്തമായിട്ട് നിലനിന്ന് കളിക്കുന്ന ഇതാണ്. ആരുടെ അടുത്തേക്കും ചായുന്നില്ല. ഇപ്പം അങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും പോലെ ഒരു പെയറായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്. ഒന്ന് സിജുവും പിന്നെ ശ്രീതു. അവരിപ്പോൾ ഏകദേശം നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സിജുവും ജിൻഡോയും തമ്മിലായിരുന്നു ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പ്. ജിൻഡോ ഇപ്പോൾ രതീഷിൻ്റെ കൂടെ ചേർന്നുണ്ട് ആ ജയിൽവാസത്തിന് ശേഷം. അതൊക്കെ ശരിക്കും കോമഡിയാണ്. അപ്പോൾ രതീഷിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അദ്ദേഹം നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു കൊമേഡിയൻ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഒരു കാര്യത്തിൽ ഇപ്പോൾ സുരേഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് രതീഷിനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അത് രണ്ടാളുടെയും ഭാഗത്ത് തെറ്റുണ്ട്. രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന രീതി ഒരേ ലെവലാണ്. അതായത് രതീഷിനെ പറഞ്ഞിരിക്കുന്നത് സുരേഷ് പറഞ്ഞിരിക്കുന്നത്, സുരേഷിനെ രതീഷ് പറഞ്ഞിരിക്കുന്നതും ഗേ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ടുപേർക്കും അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സുരേഷിനൊന്നും നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് രതീഷിന് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ രതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുരേഷ് പറഞ്ഞത് 100% ശരിയാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പിന്നെ അവർക്ക് ലാലേട്ടൻ കൊടുത്തത് ഒരു ഗെയിമായിരുന്നു. അതൊരു ചീട്ട് ചുണ്ടിനും മൂക്കിനും ഇടയിൽ വെച്ചിട്ട് അത് ബലമായി പിടിച്ചിട്ട് മറ്റൊരാൾക്ക് അത് കൈമാറുക എന്നാണ്. കൈമാറാൻ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ ചുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചീട്ടുകൾ കൈമാറി ഏറ്റവും കൂടുതൽ ഏത് ടീമാണോ ചീട്ടിടുന്നത് ഒരു ബൗൾ വെച്ചിട്ട് ആ ബൗളിലേക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ചീട്ടിടുന്നത് അവർ ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ റോക്കി ടീമൊക്കെയാണ് ജയിച്ചത്. അങ്ങനെ അവർക്ക് ഐസ്ക്രീമാണ് സമ്മാനമായിട്ട് കൊടുത്തത്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ കൂടുതലും ലാലേട്ടൻ അവരെ ഇട്ടിട്ട് ഒന്ന് ട്രിഗർ ചെയ്തു. അത് ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേര് പോലും അറിയാത്ത കണ്ടസ്റ്റൻസ് ഉണ്ട്. ശരിക്കും അവരുടെ പേരെന്താണ്, അവരുടെ നാടെന്താണ്, അവർ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതൊന്നും അറിയാതെ വന്ന ദിവസം മുതൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. ഒരു വ്യക്തിയെ അറിയാൻ പോലും അവർ സമയം കണ്ടെത്തിയില്ല എന്നാണ് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം. അത് സത്യമാണ്. അവർ ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആരും പരിചയപ്പെടാനേ നിന്നില്ല. എങ്ങനെയാണ് അടി ഉണ്ടാക്കുക? സീസൺ 5 ഞങ്ങളുടെ സീസൺ ബെറ്റർ ആണ്, അപ്പോൾ കുറേ അടി ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഫേക്കായിട്ട് കളിക്കുന്ന പോലെ നമുക്ക് കുറേ തോന്നിയിരുന്നു. ഇപ്പോൾ രതീഷൊക്കെ അട്ടർ ഫേക്കായിട്ടാണ് ഇതിൽ ഒരാഴ്ച നമുക്ക് തോന്നിയിട്ടുള്ളത്. സപ്പോർട്ട് അദ്ദേഹത്തിനും വളരെയധികം കുറയും. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നത് എല്ലാ സീസൺ 5 രാജാക്കന്മാരുടെ ഒരു മിക്സറായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇപ്പോൾ രജിത് കുമാറിനെ പോലെ ഒന്ന് നിന്ന് നോക്കി, ഒറ്റപ്പെടാൻ ഒരു ശ്രമം നോക്കി, മറ്റേ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അഖിൽമാരെ പോലെ നോക്കി, കുറേ ഓളിയും ബഹളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റോബിൻ്റെ പോലെ നോക്കി. പക്ഷെ ഇത് ഒന്നും അവരവരുടേതായുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതൊന്നും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമായിട്ട് യാതൊരു തരത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ രതീഷായിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാവും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ. ജിൻഡോ ഒക്കെ ശരിക്കും ജിൻഡോ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്കോ ഒരു ഇന്നസെൻസും ജിൻഡോ എന്ന വ്യക്തി ഫേക്ക് അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നി ജിൻഡോ ഒരു ഫേക്ക് അല്ല എന്നാണ് എനിക്ക് തോന്നില്ല. അതുപോലെ അൻസിബൊക്കെ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് നന്നായിട്ട് പറഞ്ഞത്. റോക്കിയും അതുപോലെ തന്നെയാണ്. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്താണെങ്കിലും അത് ജെന്യൂനായിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് എനിക്ക് കുറച്ച് എന്താ പറയുക പ്രസൻസ് കിട്ടണം അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടണം എന്നുള്ള രീതിയിലൊന്നല്ല റോക്കി പറയുന്നത്. അത് എന്താണോ കാണുന്നത് അത് ഗബ്രിയുടെ മുഖത്തായാലും ജാസ്മിൻ ജാഫറിൻ്റെ മുഖത്തായാലും തുറന്നടിച്ച് പറഞ്ഞു. അതിൽ ഒരു കാര്യം മാത്രമാണ് എനിക്ക് റോക്കി ജാസ്മിനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു വിയോജിപ്പുള്ളൂ. അത് ജാസ്മിൻ്റെ സ്വഭാവഹത്യ ചെയ്യുന്ന രീതിയിൽ കുറച്ച് പറഞ്ഞു. അത് ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ കുറിച്ച് അറിയെങ്കിൽ പോലും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് ഒരാളുടെ സ്വഭാവഹത്യ നടത്തേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നമുക്ക് ഗെയിമായിട്ട് കാണുക, ഗെയിമിൽ ജയിക്കുക, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. അതായത് ഒരാളെ സ്വഭാവഹത്യ ചെയ്തുകൊണ്ട് നമുക്ക് അയാളെ ഇമോഷണലി തകർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് പേഴ്സണൽ. അത് റോക്കിയുടെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അല്ലെങ്കിൽ റോക്കി മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ഈ വാഴയുടെ ചുവട്ടിൽ കുറേ നേരം പോയിരുന്ന് സംസാരിക്കാതെ അല്ലാതെ ഗബ്രിയും ജാസ്മിനും വേറെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജാസ്മിന് വേണ്ടിയിട്ട് കുറേ ഫേവർ ചെയ്യുന്നു, അപ്പുറത്ത് വേറെ ആൾക്കാർക്ക് വേണ്ടി ഫേവർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് റോക്കി പറഞ്ഞത്. അതും സത്യമാണ്. പിന്നെ ജാൻമണിയുടെ കുറേ കാര്യങ്ങളുണ്ട്. ജാൻമണി ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ പോലും
മറ്റുള്ളവരെ മെക്കട്ടി കയറി കുറേ ആംഗ്യങ്ങൾ കാണിക്കും, അതൊന്നുമില്ല കേട്ടോ. അവർ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് അവർ കളിച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള ഒരുപാട് ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളൊക്കെയാണ്. അതൊക്കെ മാറ്റുന്ന രീതിയിലാണ് ജാൻമണി പറ്റുന്ന മലയാളത്തിൽ പറഞ്ഞ് ഒപ്പിച്ചിട്ടൊക്കെയാണ് ജാൻമണിയൊക്കെ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അവർ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഒരു മലയാളി അല്ലാത്ത ഒരാൾ അത്രയും നാൾ പഠിച്ചെടുത്ത ഒരു മലയാളം വെച്ചിട്ട് ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് അവരുടെ ഒരു ഭാഗം അവർ നന്നായിട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അവർക്കൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജാൻമണി വെറുപ്പ് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ജാൻമണിയോടൊന്നും. അവരൊക്കെ വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ രതീഷ് ചെയ്യുന്ന പോലെ ഇറിറ്റേറ്റിംഗ് ഒരു വ്യക്തിത്വമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇനിയും പിന്നെ ഉയർന്നു വന്ന ഒരു ആളെന്ന് പറഞ്ഞത് രശ്മിൻ എന്നുള്ള ആ പെൺകുട്ടിയാണ്. രശ്മിൻ അത് കോമണറായിട്ട് വന്നുള്ളത്. രശ്മിൻ കുറേ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഒന്ന് സാറ്റർഡേ എപ്പിസോഡ് പറയണത് കേട്ടു. അങ്ങനെ സ്വയം ഉയർന്നു വരട്ടെ, സ്വരം ഉയർന്നു വരട്ടെ. അപ്പോൾ നമ്മുടെ ആരോ റോക്കി തന്നെ പറഞ്ഞത് ഇപ്പോഴാണ് ഈ കുട്ടിയുടെ ശബ്ദമൊക്കെ പറഞ്ഞത്. ഈ ഒരാഴ്ച ഈ ശബ്ദമേ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ടെന്നാണത് റോക്കി ഇപ്പോഴാണ് അറിഞ്ഞത്. റോക്കി അവരെ പോയി പരിചയപ്പെടണമായിരുന്നു. അപ്പോൾ റോക്കി പരിചയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് റോക്കിയുടെ ഭാഗത്താണ് ആ തെറ്റുന്നതാണ്. അത് ലാലേട്ടൻ പറഞ്ഞാൽ ശരിയാണ്. നമ്മൾ ആദ്യമേ ബിഗ് ബോസ് ഹൗസിൽ ചെല്ലുമ്പോൾ ആദ്യം അവിടെയുള്ള ആൾക്കാരായിട്ടൊന്ന് പരിചയപ്പെട്ട് ആദ്യം അവരെ കുറിച്ച് അറിയണം. എന്നിട്ട് വേണ്ടേ തല്ലിടാനും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനൊക്കെ ഉള്ളത്. ഓരോ വ്യക്തികളെ അറിയുന്നതിന് മുമ്പേ തന്നെ തുടങ്ങി വഴക്കും അടിയിടി. അത് ലാലേട്ടൻ എടുത്തു പറഞ്ഞത് വളരെ നന്നായെന്നാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് തോന്നിയിട്ട്. ഇനി നാളെയാണ് എലിമിനേഷൻ്റെ കാര്യം പറയുന്നത്. എലിമിനേഷൻ്റെ കാര്യത്തിൽ ആരായിരിക്കും എലിമിനേറ്റ് ആവുക, അത് എലിമിനേഷൻ ഉണ്ടാവോ ഇല്ലേ എന്നൊന്നും അറിയില്ല. പല ആൾക്കാരും പറയുന്നത് രതീഷാണ് പോകാനായിട്ട് ചാൻസ് എന്നാണ് ഒരുവിധ ആൾക്കാരൊക്കെ പറയുന്നത്. രതീഷാണെങ്കിൽ ആണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ തന്നെ ഒരു കണ്ടസ്റ്റൻസ് പോയിട്ട് ചിലപ്പോൾ ഒരു പുതിയ ഒരു ആളെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയെ ചിലപ്പോൾ കയറ്റാൻ ചാൻസ് ഉണ്ട്. അത് ആരായിരിക്കും എന്ന് പല ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ 2 പേരുണ്ട്. അവരാണെങ്കിൽ ഞാൻ നാളെ പറയാം. അപ്പോൾ നാളെ എലിമിനേഷൻ എപ്പിസോഡിന് ശേഷം ഞാൻ റിവ്യൂ ആയിട്ട് വരാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.